14-2020 എന്ന സിനിമയ്ക്ക് ശേഷമാണ് നടൻ മണികണ്ഠനെ തുടർച്ചയായ 4 സിനിമകളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അതേസമയം ആ സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് വാങ്ങിയ അഡ്വാൻസ് തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നടൻ മണികണ്ഠന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വളർന്നുവരുന്ന നടൻ എന്ന നിലയിൽ നടൻ മണികണ്ഠന്റെ ശമ്പള വർധനവിനെ തുടർന്നാണ് സിനിമകളിൽ നിന്നും നടനെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടു. മീറ്റു വിവാദങ്ങളിലേക്കാണോ അതോ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട അച്ചടക്ക ലംഘനങ്ങളിലേക്കാണോ മണികണ്ഠൻ എന്ന നടന്റെ പേര് ചേർത്ത് വായിക്കേണ്ടത് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. തുടർന്ന് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നടൻ മണികണ്ഠൻ വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണങ്ങളും ഉയർന്നുവരുന്നത്. നടൻ ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വന്നു. കൊച്ചിയിൽ നിന്നും ആനന്ദ് നമ്മോട് കൂടെ ചേരുന്നു. തുടർച്ചയായ 4 സിനിമകളിൽ നിന്നും തഴയപ്പെട്ട നടൻ മണികണ്ഠനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. ഇതിനെക്കുറിച്ച് നമുക്ക് സംഘടനാപരമായ തീരുമാനങ്ങൾ അറിയേണ്ടതുണ്ട്. നടൻ മണികണ്ഠനെ പുറത്താക്കാനുള്ള കാരണം നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞങ്ങള് സിനിമ ഒരുപാട് കാശ് മുടക്കി ചെയ്യുന്നൊരു ബിസിനസ്സാണ്. എത്രയൊക്കെ നല്ല സിനിമ, നല്ല കഥ എന്നൊക്കെ പറഞ്ഞാലും തിയേറ്ററിൽ ആള് കയറിയില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ നടന് ഒട്ടും സാറ്റലൈറ്റ് വാല്യൂ ഇല്ല. ആദ്യം അതുണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഈ കലാമൂല്യം എന്നൊക്കെ പറയുന്നത് വെറുതെ ആണോ സാറേ? ഓക്കെ, നോ മോർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. அக்கா, என்னோட பற்றி மீடியாஸில் தப்பான நியூஸ் தான் போய்கிட்டு இருக்கு. அதெல்லாம் கேட்டு அவர்கிட்ட கவலைப்பட வேண்டாம்னு சொல்லுங்கள். ஹலோ. മോളെ, ഏട്ടാ, എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. എല്ലാം തിരിച്ചു പിടിക്കണം. ഞാൻ മിക്കവാറും നെക്സ്റ്റ് വീക്ക് പുതിയ വർക്കിൽ ജോയിൻ ചെയ്യും. കലാജാതിയിലുള്ളവരുടെ എണ്ണം നോക്കിയിട്ട് പറ കേട്ടാ. പിന്നെന്താണ്, മുന്നത്തെ കൊല്ലം കളിച്ച അതേ നാട് തന്നെയാണ് കുഞ്ചപ്പളും കളിക്കുന്നത്. നോക്കിന്ന് കോഴിക്കോട് വീണ്ടും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അന്നൊന്നും പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെ ടോളിയും. നാടകം അവതരണത്തെ മാറ്റുണ്ട്. എനിക്കറിയാം എന്തിനീ വിഷയം തന്നെ ഇപ്പോൾ വീണ്ടും മനസ്സിലായല്ലോ. അത്തരം വിഷയങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ തന്നെയാണ്. തുരുമ്പ് പിടിച്ച വടിവാളിനോട് നാടകക്കാരൻ്റെ പ്രതിഷേധം. ആ തുരുമ്പ് പിടിച്ച വടിവാളിനെ തട്ടിലിട്ട് കാച്ചിയാ നല്ല അരുവാളാക്കാം. അതെ ദാസേട്ടാ, പിന്നിലേന്ന് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കലാജാന്റെ മുന്നിൽ ശിവേട്ടൻ എഴുതിയൊരു പാട്ടുണ്ട്, നമ്മുടെ ചന്ദ്രേട്ടൻ്റെ മക്കൾ പാടുന്ന പാട്ട്. അത് നോട്ടീസ് കൊടുക്കാൻ മറന്നു. പ്രശാന്തേട്ടനൊക്കെ നോട്ടീസ് അടിച്ചപ്പോ എത്താനായിണ്ടാവും. ഇനിയിപ്പോ സാരില്ല ചേട്ടാ, അവരാണെന്ന് സ്കൂളിൽ പാട്ട് പാടുന്നത്. നമ്മുടെ മരുമ്പട്ടി ചന്ദ്രൻ്റെ മക്കളല്ലേ മനുവും ഗീതുവും. അവര് പാട്ടൊക്കെ പാടുവോ? സൂപ്പറായിട്ട് പാടും. സ്കൂളിലെ നാടൻപാട്ട് മത്സരം എനിക്കറിയാ, നന്നായിട്ടുണ്ട് പിള്ളേർ. ഞാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കൂടെ ഒന്ന് പറയാം. ചേട്ടാ, ഇവരെ നാളത്തെക്കാട്ടിലും സൂപ്പറേ പിള്ളേരുടെ പാട്ടാണ്. ആശ കേക്കണ്ട, എന്നെ മുടുക്കും.
മനസ്സിലായില്ല. ആ വരുന്നേ. ഒന്ന് വേഗം പാണപ്പാ. എന്താ അത്? ഏതാ തീരെ കേട്ടാ കൊറേ നേരമായല്ലോ. നിങ്ങൾ പഴയ പോലെ ഉഷാറില്ല കേട്ടോ. എന്ത് നോട്ടീസാ? ഒന്ന് പിടിക്ക്. സന്തോഷം ദാസേട്ടനെ ഇവിടെ ഉള്ളിലുണ്ടെന്ന്. ആ അതെ ആകെ പ്രശ്നമായിട്ടോളേ. എന്താ? പപ്പനും സുധാനും ഇന്നലെ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയിലേ മാറി ഇന്ന് കൂട്ടം കൂടുമ്പോൾ നീ പറഞ്ഞില്ലേ എന്തോ പന്തിയുടെ ഉണ്ടെന്ന്. ഇന്ന് ഷാഹുംപടിയിൽ നിന്ന് അവന്മാരെ ഉന്തും തള്ളുകയും അവസാനം തള്ളക്ക് വിളിയായി. സുധാവ് ഇനി നാടകത്തില്ല ഒരു ഇല്ലാന്നാ പറയണത്. അപ്പോ അവസാന നിമിഷം വരില്ല പറഞ്ഞ എന്ത് കാട്ടുന്നു? എന്താ കാട്ടുക? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നാടകം പഠിക്കുന്ന വെച്ചാലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് സത്യം പറയാലോ. ശരിക്കും പെട്ട് കിടക്കണ്. അച്ഛാ നിങ്ങൾക്ക് തട്ടിക്കറി പരിചയമുള്ളതുകൊണ്ടേ പെട്ടെന്ന് പഠിച്ചെടുക്കാം. 3 ദിവസം കൊണ്ട് നമുക്ക് ഒരാഴ്ച കളി അങ്ങനെ കളിച്ച് മെല്ലെ മതി. ഒന്ന് നോക്കി. വേണ്ട സന്തോഷം, എന്നെ കൊണ്ടിപ്പോൾ കൂട്ടിയോ കൂടില്ല. പിന്നെ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയതാണ്. എനിക്കറിയാലോ. വല്ല ചായയോ എണ്ണക്കടിയോ എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കി തരാം. അത്ര മാത്രം. ശിവേട്ടൻ്റെ കാര്യത്തിൽ ഒരു ബി പ്ലാൻ വേണ്ടി വരും. എന്ത് പറഞ്ഞാ ആശാനായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ശിവേട്ടൻ നാടകത്തിന് വരും തോന്നുന്നില്ല. ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു ബി പ്ലാൻ ഉണ്ട്. അച്ഛാ മണി എവിടെ? ചേട്ടാ എന്താണ്ടാ ഈ മണിയായിട്ട് സുധേവായിട്ട് പൊതിരി തല്ലണേ. വണ്ടി എടുക്കടാ. നാടകം മൈര അത് ഇത് പറഞ്ഞ് വന്നാണ്ടല്ലോ മുടുക്കാനല്ല അവര്. അവനെ പിടിച്ച് കയറ്റി. എന്തിനാടാ നീ കുണ്ടാൻ വേണ്ടി കാട്ടണ്? ആര് കാട്ടി? വേലിത്തിറക്കം പറഞ്ഞ അളമ്പ് കേട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത്. നീ പറഞ്ഞ കേട്ടാ നീ? രഘു നീ അല്ലേ പറഞ്ഞു കേൾക്കാൻ അവൻ്റെ അടുത്ത്? ഞാനാ എടാ പപ്പിന് അവൻ നമ്മളെ പ്രശ്നത്തിൽ നീ എന്തിനാണ് പറഞ്ഞ്? രണ്ടെണ്ണം കൊടുത്ത നാടകത്തെ സമ്മതിക്കും കരുതി. നാടകത്തിന് കഴിഞ്ഞാ തല്ലി ചേർക്കാനുള്ള നിന്റെ ബുദ്ധി ഉണ്ടല്ലോ. പറ്റില്ല പറഞ്ഞ വേണ്ട വെക്കില്ല. എനിക്ക് ആ മനുഷ്യന്റെ വായി കിടക്കണം കൂടി കേൾക്കണം. ദാസേട്ടനാ? ദാസേട്ടനാ? അയ്യോ ദാസേട്ടനെ. ആ നിനക്കുള്ളതേ ഇപ്പൊ കിട്ടും, മേടിച്ചോ. സ്കൂളിൽ സമരമാണെന്ന് പറഞ്ഞാലോ? നീ സ്കൂളിൽ പോയില്ലേ? അല്ല ദാസേട്ടാ എല്ലാരും ഉണ്ടായപ്പോ ഞാനവിടെ. ഞാൻ സ്കൂളിൽ SI വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ ടൈമാണ്, ആരും പ്രശ്നം ഉണ്ടാക്കാൻ വെക്കണ്ട. ഇങ്ങനെ ആയസ്ഥിതിക്ക് സുധേവൻ പോയിട്ട് പരിമ്പറത്തെ ഗോപാലൻ പോലും പരിപാടിക്ക് വരില്ല. തല്ലിലവൻ്റെ കൈയൊടിഞ്ഞുകൊണ്ട് പോകണല്ലേ? അതെ. നിങ്ങളൊരു കാര്യം ചെയ്യും, 2 ആൾ പോയി അവനെ ഒന്ന് കാണും. ഞങ്ങൾ രണ്ടുപേരും പോവാം. ഇനിയിപ്പോൾ കലാജാഥ മാത്രം മെയിൻ പ്രചരണമായിട്ടുള്ളൂ. നീ ഒരു ബി പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ആ ബി പ്ലാൻ മണി ഞാനവനെ പഠിപ്പിക്കാം. അവസാനം അടി പിടിക്കാൻ വേണ്ടി വെള്ളം പറ്റിച്ച പോലെ ആവേണ്ടിരുന്നാണ്. കക്കാച്ചിയെ കല്ലെറിഞ്ഞ മക്കാച്ചിന്റെ കുണ്ടാമണ്ടി കേട്ടോ, നിങ്ങൾ കേട്ടോ? കേട്ട കഥ കട്ട കഥ കൊലം മാറ്റി തിരിച്ച കഥയാണ്, കൊലമാണ്. കൊലവും പോയി കയ്യും പോയി മുക്കാലിക്കൊണ്ട് ചിരവാൻ പോയി, ചിരവി തേങ്ങ മുറിയുമായി ചവ ചവച്ച കഥയുമായി. ചുറ്റിയൊരു ചുറ്റിക്കഥ കൊട്ടിപ്പാടിയാടി ഇതാ വരുന്നേ, ഇതാ വരുന്നേ. കക്കാച്ചിയെ കല്ലെറിഞ്ഞ മക്കാച്ചിനെ കുണ്ടാമണ്ടി കേട്ടോ, നിങ്ങൾ കേട്ടോ? ബാക്കിയുള്ളത് അവിടേക്ക് ബാക്കിലാ ഫ്രണ്ടിക്ക് ഫ്രണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. നടന്ന ഈ പ്രാവശ്യത്തെ കലാചാര നീ വയറ്റത്ത് കത്തിക്കുത്തിയതാണോ അതോ വേറെ വല്ലതാണ് അഭിനയിക്കുന്നത്? ഇങ്ങനെ നാടകത്തിന്റെ ആദ്യത്തെ ശബ്ദമാണ്. ഇങ്ങനെ വേണം. Right. Left. നോക്കടാ. Right. 1, 2, 3. കത്തിയില്ലേ പറഞ്ഞ ശരിക്കും കത്തി കൊണ്ട് കുത്തുവോ? ഞാനൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ കളിക്ക്. ഗോപാലേട്ടാ എന്താണ്ടാ കുഞ്ച, കഴിഞ്ഞ പ്രാവശ്യമായി നാടെല്ലാം സൂപ്പറാക്കില്ലേ? ഓ നാളെ എപ്പോഴാ ഉണ്ടേ? വെള്ളിയാഴ്ച നമ്മുടെ 5 വീട്ടില് 4 മണിക്ക് വരും. ഓ ശരി മാനെ. ഗോപാലേട്ടോ എന്താ നേരത്തെ പോണ്? ഏയ് നേരത്തെ പോണ തങ്കോയ്, വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ടേ. ഓ ശരി ശരി ശരി. അശാനെ അശാനെ ഇപ്പത്തെ നാടകം അത്ര സുദ്യേ ഇപ്പത്തെ പിള്ളേരയിലേ ആ പഴയ സാധനമൊന്നുമില്ല. പണ്ടെന്റെ ചെറുപ്പത്തില് ആശാണ്ടല്ലോ പൊറോട്ട നാടത്തിൽ പടക്കല്. ഞാൻ പണ്ട് കച്ചവടം കഴിഞ്ഞ് തൃശ്ശൂർ പണിയെടുക്കുമ്പോ ബനീന്ദ്ര 2 ബീറടിച്ചിട്ട് റീജൻ തിയേറ്റർ നാടകം കാണാൻ പോകും. നാടകം ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആശാനെപ്പോഴും നടന്നേ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആശ നമ്മുടെ മുത്തല്ലേ മുത്ത്. അതെ നാടകം കഴിയാറായിരുന്നു. പോ ആയിക്കോട്ടെ, അടിച്ചിട്ട് കൂടി പോവാ. ആശാനെ ഒന്നും കൂടി. ആശാനെ അടിച്ചിട്ട് പോയിന്ന്. ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഇനി മതി. ഇനി നീ ആ തട്ടുമൊക്കെ എറിയാലേ തീട്ടം നിറച്ച മുട്ടയും കൊണ്ട് എറിയും ഞാന്. നിന്റെ അപ്പനോട് ചോദിച്ചാൽ അറിയാം എന്റെ ഏറിന്റെ ടേസ്റ്റ്. സന്തോഷേ, ഇവനും ഇവന്റെ അപ്പനും പറഞ്ഞിട്ടുള്ള പണിയല്ല അഭിനയം. നിന്നെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ അതങ്ങോട്ട് മുണ്ടിൽ തുടച്ചു കളഞ്ഞാ മതിയായിരുന്നു.
സുദേവൻ നാടകം ഒഴിഞ്ഞപ്പോഴേ നാടകം നടക്കരുതെന്നാണ്. മയിര് അന്നേ നിർത്തി പോയാ മതിയായിരുന്നു. ആള് നിന്റെ വില കൈവച്ചു അല്ലേ? അച്ഛനോടുള്ള പകപോക്കാണ്. പ്രചരണമാണെങ്കിൽ നടക്കണമില്ല, തല്ലും വക്കാണോ. പണ്ടെപ്പോഴും നടന്ന പ്രശ്നം കുത്തിപ്പൊക്കി എന്തിനാണ് എരുതിയിൽ എണ്ണ ഒഴിക്കണത്? ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ലെന്നറിയാം, എന്നാലും പറയണം. ആ പ്രശ്നം അത് ഞാനും അയാളും തമ്മിലാണ്. അതിന് ഇവനെന്തിനാ കൊരട്ടി വെച്ച് നടക്കണത്? അല്ല എന്ത് കേട്ടെ നിങ്ങള് കേക്കട്ടെ. ഞാൻ നാളെ ഷാപ്പിൽ നിറങ്ങ ആശാനെ വെട്ടിക്കൂട്ടി കനാലൊക്കെ ഞാൻ അല്ലല്ലോ. ആശാൻ പറഞ്ഞതിന്റെ ശരി. ഇയാൾ ആ കൂടെ എനിക്ക് വേണ്ടി ചെയ്തതേ എന്നെ ഉണ്ടാക്കുന്ന നേരത്തെ മുണ്ടി തുടക്കാണ്ടിരുന്നത് തന്നെയാണ്. എന്റെ അമ്മയെ ചത്തൂത്തി പഴക്കമില്ലേ മിണ്ടാണ്ടിരുന്ന മനുഷ്യനാണ് ഇയാൾ, അറിയോ? ഉണ്ടാക്കിയ അവകാശം പറഞ്ഞ് വന്നല്ലേ മുടുക്കും ഞാൻ നിന്നോട് പറഞ്ഞോട്ടാ. അച്ഛൻ നിങ്ങൾ പോയി അച്ഛനെ കൂട്ടിട്ട് പോയി. ആ മനുഷ്യന് നാടകം എന്തായിരുന്നോ, നിന്റെ അമ്മയ്ക്ക് ആ വ്യക്തി എന്തായിരുന്നോ എനിക്കറിയില്ല. നമ്മുടെ ചാക്കട എങ്ങനെ ഉണ്ടായെന്ന് അറിയോ എനിക്ക്? ഇവിടെ നാടകത്തോടുള്ള ആ മനുഷ്യന്റെ ഇഷ്ടം കാക്കാൻ വേണ്ടിയായിരുന്നു അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തു, അറിയുന്ന എനിക്ക്. എന്ത് മയിര് നാട് നിർത്തിയത്? ദാസേട്ടൻ പറഞ്ഞെന്ന കഥയാണ്. അതായത് നമ്മുടെ പാർട്ടിയുടെ കലാജാഥകളും നാടകങ്ങളിലും ഒക്കെ സജീവമാകുന്നതിന് മുൻപ് ആശാനും ശിവേട്ടനും ഒക്കെ ഈ നാട്ടിലെ പൊറോട്ടങ്ങളി സംഘത്തിലെ ലഹരിയായിരുന്ന തരംഗമായിരുന്ന കാലം. ആശാൻ തട്ടിലാടി കാണികളെ രസിപ്പിക്കുമ്പോ അപ്പുറത്ത് ശിവേട്ടൻ ചോദ്യക്കാരനായി നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച ആളുകളെ ചിന്തിപ്പിക്കുകയായിരുന്നു. തനത് ശൈലിയിൽ നിന്ന് മാറി ശിവേട്ടൻ സവർണരായ കഥാപാത്രങ്ങളെ പൊറോട്ടങ്ങളിലേക്ക് കൊണ്ടുവന്നു. അന്ന് നിലനിന്നിരുന്ന തീണ്ടിക്കൂടായ്മയ്ക്കെതിരെയായിരുന്നു ശിവേട്ടന്റെ ചണ്ടാള പൊറോട്ട. ചണ്ടാളൻ വഴിമാറാൻ പറഞ്ഞ വരേണ്യ ഗുരുവിനോട് മറുചോദ്യം ചോദിച്ച ആദ്യത്തെ ദളിതൻ. കാക്കയ്ക്കും പൂച്ചയ്ക്കും തീണ്ടില്ല തമ്പ്രാനെ, പച്ച മനുഷ്യനെ തീണ്ടതിന്. ചത്താപ്പുഴുക്കണ ദേഹമല്ലേ നിങ്ങണ്ടിയും, ചത്താപ്പുഴുക്കണ ദേഹമല്ലേ നിങ്ങണ്ടിയും. പിന്നെ ആർക്ക് വഴിമാറിനട നമ്പൂരിച്ച. എങ്ങനെ? പിന്നെ ആർക്ക് വഴിമാറിനട നമ്പൂരിച്ച. കളികള് പൊടി പൊടിച്ചു. കളി കാണാൻ സവർണരൊന്നും വന്നില്ല. പക്ഷേ ഈഴപ്രമാണിയായ കോവാലച്ചൻ വന്നു. അയാൾ പറഞ്ഞത്രേ, ഇന്ന് അവര് ഈഴവനെ പറഞ്ഞടാ, അല്ല ഇന്നവൻ നമ്പൂരിനെ പറഞ്ഞടാ, നാളെ അവൻ ഈഴവനെ പറയുന്നു. അത്രയ്ക്ക് വലിയ കമ്മ്യൂണിസം ഒന്നും ഇവിടെ വേണ്ടാന്ന്.
ആശാനെറിഞ്ഞ ചീമുട്ടിക്ക് ഒരു കലാകാരൻ്റെ അസൂയൻ്റെ നാറ്റം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോവാലച്ചൻ കത്തിച്ച ശിവേട്ടൻ്റെ പൊറോട്ടം കളിപ്പന്തലോടെ ഇല്ലാണ്ടായത് ഇന്നും തുടരുന്ന അസമത്വത്തിനെതിരെ അന്നും ഉയർന്നു വന്ന വലിയൊരു പോരാട്ടമായിരുന്നു. ആശാനും വേണ്ട കൂശാനും വേണ്ട. നീയല്ലേ നാടകം എഴുതിയത്? നീ പറഞ്ഞ നമുക്ക് കളിക്കാം. ആ നിക്കണ പനിയില്ലേ, അത് നീയാണെങ്കിലേ ഞാൻ നിന്നെ ഇവിടുന്ന് എങ്ങനെ വിളിക്കും? മണിയേ ഇത് വാടാ. എങ്ങനെയാണ് ഇങ്ങനെയല്ലേ? അങ്ങനെ എല്ലാ ഡയലോഗും ഇത്തിരി കേറ്റി പറഞ്ഞാ മതി, അത്രേ ഉള്ളൂ. വലിയൊരു നടനം കാട്ടും നടനിതു നടനം അറിയ നടനാണെന്നറിയുന്നൊരു നാട്ടിൽ നൂലുപിളർത്തു തിരിച്ചൊരു നേരിയ നാരിഴത്തുമ്പിലെ പാവം വളർന്ന നടന്മാർക്കും അപ്പുറം അഭിനയമില്ലെന്നറിയും നാട്ടിൽ അമ്മതൻ മുമ്പിലെ നുണ പോലെ കാട്ടുമീ അമ്മതൻ മുമ്പിലെ നുണ പോലെ കാട്ടുമീ പ്രഹസനമാണി നടാനും നടാനും ഒരുപോലെ ചേർത്തങ്ങു ചേറ്റിൽ കളയുന്ന പ്രേക്ഷകർ പ്രഹസനമുള്ള വലിയൊരു ചലനം, വലിയൊരു ശബ്ദം തേടി നടന്ന നടന ഏ മണികണ്ഠ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ വേണ്ട. ഇത്ര ഒച്ചത്തിൽ പറഞ്ഞാലേ അതിന്റെ മുകളിലേക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാടകം താഴെ പോവും. അതാണ് ആന പിടിച്ചാലും തിരിച്ചു വരില്ല. നാടിൻ്റകമെന്നുറപ്പിച്ചുറക്കെ പറയുന്ന നടനെതെവിടെ? വീര്യം ചോരാതെ നേരിട്ട് നേരായി നടിക്കുന്ന നടനെതെവിടെ? പരിമിതിയാണെന്നറിഞ്ഞിട്ടും വേദിയിൽ ലോകത്തെ സൃഷ്ടിക്കും നാടക നടനെതെവിടെ? നേരിയ ഭാവവും നേരിയ ചലനവും നാടും നാട്ടിലെ പ്രഹസന ഭാവത്തെ ചേറ്റിൽ കളയുന്ന പ്രേക്ഷക വ്യൂഹത്തിൽ ഭാവം ഭയന്നിട്ടും പ്രകമ്പനമുള്ള പ്രഹസനമുള്ള വലിയൊരു ചലനം, വലിയൊരു ഭാവം തേടി നടന്ന നടന ഏ മണികണ്ഠ. കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ നാടകം നമുക്ക് തട്ടേക്കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം സമ്മേളനത്തിന് ശേഷം നമ്മൾ തെരുവ് നാടകം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദയവീത് ആരും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സന്തോഷേ എന്താ നമ്മുടെ ചന്ദ്രേട്ടൻ മരത്തിൽ നിന്ന് വീണു. അയ്യോ, എന്നിട്ട് ആശുപത്രി എത്തിയില്ല, അപ്പോഴേക്കും പോയി. സന്തോഷേട്ടാ അവരോട് ഇപ്പൊ പറയണ്ടെന്നാ പറഞ്ഞു.
നിന്നിലായി പുതുമാറ്റമായി പെയ്തുവോ പെയ്തൊഴുകും പുതുവഴിയായി മണ്ണിലലിയാതൊഴുകും നീരാ നീറിയെറിയാ മാറ്റം തേടാതൊഴുകൂ. നന്നായിട്ടുണ്ടല്ലേ? അവരുടെ ഫ്ലക്സിനും വെച്ച് വലിയ ഫ്ലക്സും ഉയരത്തിലും. ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ഫ്ലക്സ് ആദ്യം കാണും. നമ്മുടെ വലിപ്പം എന്താന്ന് അവരറിയാം. ഈ ഇലക്ഷൻ നമ്മൾ തൂത്തു വരും. നമ്മുടെ ചന്ദ്രേട്ടൻ്റെ വീട്ടിലേ ആ പച്ച സാരി കൊടുത്ത് കറി ഉണ്ടായിരുന്നില്ലേ? ആരത്? അത് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ പെങ്ങളാടാ. ചന്ദ്രേട്ടൻ മരിച്ചതിൻ്റെ വിഷമത്തിലാവണു അല്ലേ? നല്ലോണം കറി ഉണ്ടായിരുന്നു. എടാ നിനക്കാ ശിവൻകോവില്ലേ? ആ ഇറങ്ങാൻ ഇറക്കത്തുള്ള ആ പാടം ആ 2 ഏക്കർ. അത് ചന്ദ്രേട്ടൻ അറിയാതെ നെയ്സായിട്ട് തട്ടിയെടുത്ത മുതലാ. എന്നാലും കരച്ചില് അടിപൊളിയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാവിന് ചാത്തിന് പൂജ കഴിക്കണം. മണിയേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുന്നേ? നീ മാറി പോവാ. കേട്ടെ കേറ്. ഇറങ്ങ്. മണിയേട്ടാ നിർത്തണ്ട, ഇടിക്കുന്നു മണിയേട്ടാ. ചേച്ചി കോളേജിൽ പോകുമ്പോ എന്റെ പഴം കൊടുക്കാ പറഞ്ഞാണ്, കൊടുത്തില്ല. നീ വിട്ടോ, ഞാൻ വരാം. എങ്ങോട്ട് പോവന്ന്? ശരി ഇല്ലേന്ന് മണിയനെ വന്ന് തുടങ്ങന്നെ. ശരി. അതെ, നാളെ തട്ടിൽ കാണാം എല്ലാവരും. സന്തോഷേ, മണ്ണിനെ കാണാനില്ല. മുട്ടയേറി മേടിച്ചു ഓടിയ മോഹനേട്ടാ. ആശൻ ആശൻ ആ മോഹനേട്ടൻ വന്നിട്ടുണ്ട്. വരി വരി. പണി വന്നില്ലല്ലോ. അവൻ വേണ്ട, അവനില്ലാണ്ട് നമുക്ക് നാടൻ കളിക്കാം. കുത്തിട്ടു നന്ദുന്. ബാക്കി എല്ലാം പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? അപ്പൊ മണിയില്ലാണ്ട് എങ്ങനെയെന്ന്? അവൻ ചത്തുപോയി വിചാരിക്കണം. അവനില്ലാണ്ട് നീ നാടൻ കളിക്കില്ലേ? അത് വിട്. റെഡിയാവ് റെഡിയാവ്. ശരി ശരി ശരി, റെഡിയാവ്. നീ ഇങ്ങനെ തുറന്ന ഞങ്ങൾ എന്താ ചെയ്യാ? ഒന്ന് ഉഷാറാവ്. നോക്കി നടാ, മണി വന്നത്. മായാജാലം തേടിപ്പോകും മാന്ത്രികനല്ലോ. കാലം കാട്ടും മായാജാലം തേടിപ്പോകും മാന്ത്രികനല്ലോ നീ. കാലം കാട്ടും മായാജാലം തേടിപ്പോകും മാന്ത്രികനല്ലോ നീ. മായ നിന്നിലുമുണ്ട് മാറ്റം നല്ലതിനായി.
മനസ്സേ കീറിച്ചേറ്റിൽ മുക്കി ഓടും വേഗത്തിൽ കാലം കാട്ടിത്തരും നിന്നിലെ മായാജാലം, നിന്നിലെ മായാജാലം. മോനോട്ടോ, മോനോട്ടോ, പോയ കാശ് നമുക്ക് പിടിക്കാന്ന്. അതൊന്ന് ആദ്യം അടിക്കേ. കാര്യമില്ല, അതാ അടിക്കേ. ഒഴിക്കടാ. ഓ ആശാലേ, നാടകം അടിപൊളിയാവും കേട്ടോളി. പിടിക്ക് ആശാലേ. മോനട്ടാ പോവാ. ഓ അവരെടുത്തു. ഓ എന്താണിത്? തീട്ടമുട്ടയാണിത്. മൂപ്പിന്നേ, താനത് കോണത്തെ നാട് നടനാണോ? നല്ലാണ്ട് അംഗീകരിക്കാൻ പഠിക്കണോ? പറഞ്ഞു കൊടുക്കും മോനേട്ടാ. എന്താണ് ആശാനെണ്ണം കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നു. നാടകത്തിന് മുമ്പിലായിരുന്നു അതും പ്രശ്നമായെന്നെ. ആശാനോട് പറഞ്ഞിട്ടേ എന്നെ കൊണ്ട് 2 കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ കലാജാതി കളിച്ച നാടകമേ എൻ്റെ അപ്പനുള്ളൊരു വെച്ചുകൊടുപ്പായിരുന്നു. സുദേവൻ എന്താ പറയണ പറഞ്ഞ സുദേവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സിനിമൻ്റെ ഓഡിഷൻ കോയമ്പത്തൂർ നടക്കുന്നുണ്ട്. ഇതിനെ കൊണ്ട് പോകാൻ പറ്റുമോ കേൾക്കണം. ഞാനാ? ആ, അവർ പറഞ്ഞു വെച്ചൊക്കെ നോക്കിയാ മണി നിനക്കത് ചെയ്യാൻ ഉള്ളൂ. പോയി നോക്കടാ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോവാം. இப்போ என்ன காலையில் வீட்டில் படுத்துட்டு அப்படியே போயிடலாம்ல. എടാ നീ എന്ന നമ്പർ ഒന്ന് എടുക്ക. ഇതാ രാവിലെ വിളിച്ചാൽ മതി. இந்த இடம் தான். முடிச்சுட்டு கூப்பிடுங்க. சரி.
கோவில் இருக்குல்ல அதுக்கு பக்கத்தில். நெக்ஸ்ட் வாங்க. മണികണ്ഠൻ ഉള്ള പോങ്ക. എന്നാ ഇനി ആരും ഇല്ലല്ലേ? ഇല്ല, മുടിച്ചിരിച്ചു മാഡം. ശരി. ഈ ക്യാരക്ടർ അമ്മയോട് പറയുന്നൊരു ഡയലോഗാണ്. ഓക്കെ സിബി, നോക്കാം, ചെയ്തു നോക്കാം. അമ്മേ, ഡോക്ടർ ഡോക്ടർ, അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിതത്തിലെല്ലാം നേടി. അമ്മേ, ഞങ്ങളെ വിട്ട് പോകരുത് അമ്മേ. അമ്മേ, അമ്മേ, എന്നെ വിട്ട് പോകരുത്. ഡോക്ടർ ഡോക്ടർ, അമ്മേ. ഹലോ, സാറേ, ആ മണികണ്ഠൻ എന്ന് പറയുന്ന പയ്യന് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറയുന്നു. എന്തോന്നിനാ? ശരി, വരച്ചോല്ലേ. ആ ഓക്കെ സാർ. ഡയലോഗ് ഇല്ല, വേണ്ട. പണ്ട് കുമ്മാട്ടിക്ക് പടക്കം പൊട്ടിയിട്ട് ഓടിപ്പോയ പാണ്ഡൻ പെട്ടെന്ന് ദിവസം മഴയത്ത് നനഞ്ഞു കുളിച്ചുവിട്ടാ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറി. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ അമ്മയെ തേടി വന്നു. അതുപോലെ തന്നെ അമ്മ ഞാനും ജീവിതത്തിലെല്ലാം നേടിയിട്ടും അവസാനം അമ്മ മാത്രം എൻ്റെ അടുത്തില്ലാതെ. ഇതെല്ലാം എങ്കിരുന്ന് വരുതടാ. സൂപ്പർ മച്ചാ. അമ്മ എവിടാ പന്നി? സന്തോഷ് എന്നെക്കാൾ വലിയ തിരക്കാ. ഞാനിവിടെ ഉണ്ടാ നായേ. ഞാനേ നല്ല പണിത്തിരക്കുള്ള ഒന്നാന്തരം ഗവൺമെന്റ് സ്കൂൾ മാഷാടാ. മയിരേ, നമുക്ക് ഒരു നാടകം കളിച്ചാലോ? കളിക്കാം. നീ ആ നിൽക്കണ പന കണ്ട? നീയേ ടെസ്റ്റ് പറയടാ. അഭിനയിച്ച രംഗം പൂർത്തിയായ മുന്നേ നായകൻ്റെ കുടുംബക്കാരനെ വേഷമൊഴിഞ്ഞ് മാറിക്കൊടുത്തിട്ടും പിന്നീടുള്ള എല്ലാ സിനിമകളിൽ നിന്നും തഴയപ്പെട്ട ഒരു നടൻ്റെ യാത്ര. അവസാനം വന്നു നിൽക്കുന്ന ആ പഴയ കുന്നിന്റെ പുറത്ത് നമുക്ക് കളിക്കാ. ആ നാടകത്തിന് ഞാന് മണികണ്ഠപ്പുറോട്ടെന്ന് പേരിടും. ഒരു ചേറിലും പൂന്തിത്താഴാണ്ട് ഓടിക്കയറുന്നവന്റെ കഥ. അതിന്റെ അവസാനം ഞാനൊരു പാട്ടും പാടും. കാലം കാട്ടും മായാജാലം തേടിപ്പോയ മാന്ത്രികന്റെ പാട്ട്.
പണ്ട് നിന്റെ അച്ഛൻ എഴുതിയ പാട്ടിന്റെ വരികളുടെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? കലാജാതിക്ക് നമ്മുടെ ചന്ദ്രേട്ടന്റെ പിള്ളേർ പാടിയ പാട്ടിന്റെ അർത്ഥം. ബാ നീയേ പോകാനുള്ളത് എടുത്തു വെച്ചോ. അച്ചോ, ചെക്കനെ ഒരു ഓഡിഷൻ പോവാണ്. മായയെ തേടിപ്പോകുന്ന മാന്ത്രികൻ. അവൻ ഒരുപാട് മാറിയിട്ടോളെ. മായ നിന്നിലുമുണ്ട്. മാറ്റം നല്ലതിനായി നേറും മനസ്സെ കീറി ചേറ്റിൽ മുക്കി ഓടും വേഗത്തിൽ കാലം കാട്ടിത്തരും നിന്നിലെ മായാജാലം. മാറാൻ അനുവദിക്കാതെ നിൽക്കുന്ന നീറും മനസ്സിനെ കീറി ചേറ്റിൽ മുക്കുക. ചേറിനൊരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? അത് പിന്നെ ഒരിക്കലും പൊന്തി വരില്ല. പക്ഷേ അപ്പോഴും നമ്മൾ നിൽക്കുന്നത് ചേറ്റി തന്നെ ആയിരിക്കും. ഒരു ചാണു പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓടണം, പാടാണ്. ഓട്ടത്തിൽ കൈയും കാലും കുഴയും. എന്നിട്ടും കുതിക്കുന്നവന്റെ മുന്നിൽ കാലം ഒരു മായാജാലം കാണിക്കും. വരമ്പത്ത് കയറി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ അറിയും കാലം കാണിച്ചു തന്ന മായാജാലം എന്തായിരുന്നു എന്ന്. ലോടി ശീലിച്ചവന്റെ മുമ്പില് നീണ്ടു നിവർന്ന് കിടക്കുന്ന വരമ്പ്. പിന്നങ്ങോട്ട് ഓടും, ഇരട്ടി ഇരട്ടി വേഗത്തിലോടും. എന്നാ പിന്നെ നാടകം കളിക്കല്ലേ?